ഉണ്ടോ ഇല്ലയോ എന്ന വാദത്തിന് വളരെ പഴക്കമുണ്ട്. മനുഷ്യൻ ജനിച്ച മുതലുള്ള പഴക്കമുണ്ട്. ചിലർ പറയും ഈശ്വരൻ ഉണ്ടെന്ന്, ചിലർ പറയും ഈശ്വരൻ ഇല്ല എന്ന്. ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് മനുഷ്യരുടെ ഭാവന മാത്രമാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് ഭാവനയാണെങ്കിൽ ഈശ്വരൻ ഇല്ല എന്നുള്ളതും ഒരു ഭാവന തന്നെയാണ്. സപ്പോസിഷൻസ് മാത്രമാണ്. സപ്പോസ് there is a God, suppose there is no God. രണ്ട് സപ്പോസിഷൻസ് ആണ്. ഇതിൽ ഏത് ശരിയെന്നുള്ളത് അവനവന്റെ വാദമുഖങ്ങളനുസരിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് മനുഷ്യന്റെ ഭാവന മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരോട് the true intellectual system of the universe എന്നുള്ള അതിലത്തെ അതൊന്ന് കോട്ട് ചെയ്തിട്ട് ഹിസ്റ്ററി ഓഫ് ഫിലോസഫിയിലെ വോള്യൂം 5 ഫ്രെഡറിക് കോപ്പിൾട്ടൺ, അത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരാളാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എ ഫിനിറ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് മൈൻഡ് കുഡ് നോട്ട് ഹാവ് കൺസ്ട്രക്റ്റഡ് ദ ഐഡിയ ഓഫ് എൻ ഇൻഫിനിറ്റ്ലി പെർഫെക്റ്റ് ബീയിങ്. വേർ ദർ നോ സച്ച് തിങ്, the idea of an absolutely or infinitely perfect being could never have been made or feigned, rather neither by politicians nor by poets nor philosophers nor any other human being. അതായത് മനുഷ്യന്റെ മനസ്സിലെ ശാശ്വതം, പൂർണ്ണം എന്നുള്ള ഗുണങ്ങളോട് കൂടിയ ഒരു പ്രതിഭാസം, ഒരു കൺസെപ്റ്റ്, അതിനെ നിങ്ങൾ ഇനിയിപ്പോ ഈശ്വരനെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് പേരിൽ വിളിച്ചാലും വ്യത്യാസമൊന്നുമില്ല. ശാശ്വതം, പൂർണ്ണം എന്ന ഗുണങ്ങളോടുകൂടിയ ഒരു കൺസെപ്റ്റ്, ഒരു പ്രതിഭാസം ഒരു ഹ്യൂമൻ മൈൻഡിൽ അത് ഉദിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മനസ്സിനും ആ ഗുണങ്ങളുടെ ഒരു ലേശമെങ്കിലും ഉണ്ടെന്നാണ്. കാരണം അതിന്റെ വാദം എന്താ വെച്ചാല് ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള സാഖ്യ സിദ്ധാന്തമാണത്. സത്തിൽ നിന്നല്ലാതെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അസത്തിൽ നിന്ന് സത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ സത്തിൽ നിന്ന് അസത്തിനെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതായത് സൃഷ്ടി സ്വയം പൂർണ്ണമായ ഒന്നിന്റെ സ്വഭാവമാണ്. അങ്ങനെ സ്വയം പൂർണ്ണമായ ഒന്ന് സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നേരത്തെ ഉള്ള ഒന്നിന്റെ പ്രതിഭാസം അഥവാ പ്രകാശനമാണ്. ഉണ്മയിൽ നിന്നല്ലാതെ ഇല്ലായ്മയിൽ നിന്നുണ്ടാവുകയില്ല. ഇതാണ് ഈ സത്തിൽ നിന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല എന്നുള്ള സാഖ്യ സിദ്ധാന്തം. ഇത് വെസ്റ്റേൺ വേൾഡിലേക്ക് പോയപ്പോ നത്തിങ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്നുള്ള ഹെഗലിന്റെ ഒക്കെ കാലത്ത് ഇതങ്ങോട്ട് വളരെ പ്രസിദ്ധമായിട്ട് വന്നു. അതായത് ഭാരതവുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായ ശേഷമാണ് ഇവരൊക്കെ ഇതിനെപ്പറ്റി റവല്യൂഷനൈസ് ചെയ്തതല്ലോ. അപ്പൊ ശാശ്വതവും പൂർണ്ണവുമായ ഒന്ന് സത്യമായിട്ട് ഉള്ളതുകൊണ്ടാണ് അതിന്റെ ഉണ്മ മനുഷ്യ മനസ്സിൽ പ്രതിഫലിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അത് പ്രതിഫലിക്കില്ലായിരുന്നു. ഈ പ്രാചീന കപില സാഖ്യ സിദ്ധാന്തം വെസ്റ്റേൺ സൈഡിൽ കേംബ്രിഡ്ജ് പ്ലാറ്റോണിസ്റ്റുകൾ എന്ന് പറയുന്നവരുടെ സിദ്ധാന്തമായിട്ട് പിന്നീട് അംഗീകരിക്കപ്പെട്ടു. നമ്മുടെ ചിന്തകന്മാര്, നവോത്ഥാന കാലത്തെ ചിന്തകന്മാര്, അതിനുശേഷമുള്ള ശാസ്ത്രജ്ഞന്മാര്, അവരെയൊക്കെ ഈ നത്തിങ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്നുള്ള കേംബ്രിഡ്ജ് പ്ലാറ്റോണിസ്റ്റുകളുടെ നിർവചനം ഏറെ പ്രചോദിപ്പിച്ചു. ദെക്കാർത്ത്, കഡ്വർത്ത് ഇവരൊക്കെ ഇതിനെക്കുറിച്ച് എഴുതി. മാർക്സ്, ഹെഗൽ, ഫിർക്കോ ഇവരൊക്കെ എഴുതി. ഈ ശാസ്ത്രചിന്തയാണ് നമുക്ക് ഇന്നത്തെ എല്ലാ ശാസ്ത്രങ്ങളും, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫീസ്, അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ മുതൽ നമ്മുടെ പത്തോളജി വരെ, സെല്ലുലാർ പത്തോളജിയുടെ ഫാദറായിട്ടുള്ള ഫിർക്കു അത് നത്തിങ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്നാണ് ഓംനിസ് എ സെല്ലുലേ എന്ന് എഴുതിയിട്ട് ഒരു നേരത്തെയുള്ള സെല്ലുന്നല്ലാതെ വേറെ പുതിയ സെല്ലുണ്ടാവില്ല എന്നുള്ള സെല്ലുലാർ പത്തോളജിയുടെ സിദ്ധാന്തം ഉണ്ടാക്കിയത്. അപ്പൊ ഇത് വെച്ചിട്ടാണ്, ഈ സിദ്ധാന്തം വെച്ചിട്ടാണ് ഇഫ് there was nothing with an idea, ഇൻഫിനിറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസം നേരത്തെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഒരു മനുഷ്യ മനസ്സിൽ ഉദിക്കുമായിരുന്നില്ല എന്നുള്ളത് ഇതിനെ വെച്ചിട്ടാണ്, ഈ ശാസ്ത്രചിന്ത വെച്ചിട്ടാണ്. സത്യം മനുഷ്യ മനസ്സിന്റെ സ്വപ്നമോ ഭാവനയോ അല്ല, അത് സത്യം തന്നെയാണ് എന്ന് ഇങ്ങനെയാണ് തെളിയിക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ ഗോഡ് എന്ന് പേരിടണോ വേറെന്തെങ്കിലും പേരിടണോ എന്നുള്ളത് അത് തത്വചിന്തയ്ക്ക് പ്രശ്നമല്ല. അങ്ങനെ ഒരു ശാശ്വതം പൂർണ്ണമൊരു പ്രതിഭാസം ഉണ്ട്. സത്തയായതിനെ സത്തയായ സാത്വികമായ മനസ്സുകൊണ്ട് മാത്രമേ അനുഭവിക്കാവൂ, സാധിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം.
നമ്മൾ സാത്വികമാണെങ്കിലേ നമ്മുടെ സാത്വികമായ സത്ത നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. സാത്വികം അല്ലാത്തൊരു മനസ്സിലത് വരില്ല. അപ്പൊ കുറെ ആൾക്കാർക്ക് അത് ഇല്ല എന്ന് ഫീൽ ചെയ്യുന്നത് സാത്വികം അല്ലാത്തത് കൊണ്ടാണ്. ദാറ്റ്സ് ഓൾ. ഉണ്മയിൽ നിന്നില്ലാത്തതിനെ സൃഷ്ടിക്കാലോ. അപ്പൊ ഈവൻ ഇതില്ല എന്ന് ഭാവന ചെയ്യുന്നത് പോലും സത്തയുടെ ഒരു സ്വഭാവമാണ്. സത്തയായതിനെ സത്തയായ മനസ്സുകൊണ്ട് മാത്രം അനുഭവിക്കാം എന്നുള്ളത് കൊണ്ട് അതില് സാത്വികമല്ലാത്ത മനസ്സുകൾക്ക്, താമസവും രാജസ്വമായ മനസ്സുകൾക്ക് അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കില്ല. ഭാഗികമായിട്ട് ചില റിഫ്ലക്ഷൻസ് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ കാർട്ടീസിയൻ യന്ത്രവത്കൃതമായ ശാസ്ത്രചിന്തയുടെ ദ്വൈതത്തിന് മാനവികതയിൽ ഊന്നി നിൽക്കുന്ന ഈ പരമാദ്വൈത ചിന്തയുടെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ആധുനിക ശാസ്ത്രം ഒട്ടും ഉപകാരമില്ലാത്താവുന്ന മാത്രമല്ല ഉപദ്രവകാരിയുമാവും. നമ്മളിപ്പൊ തന്നെ ഇതിന്റെ ഫലം കുറെയൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ശരിയായ രീതിയിൽ ഇത് മനസ്സിലാക്കാഞ്ഞാൽ കൂടുതൽ ഉപദ്രവത്തിലേക്ക് ഈ ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മളെ തന്നെ ഒരു ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ചെക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ.